ഗണേഷ് കുമാറും അതായത് NSSുമായിട്ടുള്ള പ്രശ്നം അല്ലെങ്കിൽ സുകുമാരൻ നായരുമായിട്ടുള്ള പ്രശ്നം കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ചർച്ചയിലാവുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഗണേഷ് കുമാറെ NSSൽ നിന്നും പുറത്തു പോകാൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ NSSന്റെ തലപ്പത്തേക്ക് വരിക എന്നുള്ളത് കെ.വി. ഗണേഷ് കുമാറിൻ്റെ ഒരു ചിരകാല അഭിലാഷമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ NSSനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പിന്നെ ഒരു വേദിയൊക്കെ ഉണ്ട്. മീൻസ് ഒരു എന്താ നായസ് വേദിയോ അങ്ങനെ എന്തോ പറയുന്ന ഒരു വേദി ഉണ്ട്. അങ്ങനെ ഒരു ടീം കൂടി ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതായത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സനാതനം എന്ന് പറഞ്ഞാൽ RSSന്റെ അനുകൂല സംഘടന എന്നുള്ള നിലയിലാണ് ഒരു സംഘടന കൂടി NSSനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നിലവിൽ അങ്ങനെ ഒരു സംഘടന പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്ക് ഇദ്ദേഹവുമായി കെ.ബി. ഗണേഷ് കുമാറുമായിട്ട് എതിർപ്പുമുണ്ട്. അതായത് നിലവിൽ ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരാളുണ്ട്, അവിടെ ഇപ്പോൾ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുടെ പേരിൽ വേറൊരു സംഘടന നിലനിൽക്കുന്നുണ്ട്, NSS എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്. അങ്ങനെ 3 ഡിവിഷൻസ് ശരിക്കും NSS എന്ന് പറയുന്ന സംഘടനയ്ക്കകത്ത് കാണാൻ സാധിക്കും. ഇതിൽ ഒരെണ്ണം ഉള്ളത് ഈ പറയുന്ന ഈ സംഘപരിവാർ അജണ്ടയോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന. അവർക്ക് ഇവരോടുള്ള ദേഷ്യം, അതായത് NSSലെ സുകുമാരൻ നായരോട് ഇവർക്കുള്ള ദേഷ്യം ലീഗുമായിട്ടുള്ള കണക്ഷൻസ്, രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു, കോൺഗ്രസുമായിട്ട് ഇടപെടുന്നു, ഇതൊക്കെയാണ് അവരുടെ കലിപ്പെന്ന് പറഞ്ഞാൽ. അവർക്കിത് വേറൊരു ടൈപ്പിൽ കൊണ്ടുപോകണം. നമുക്കറിയാം, നമുക്ക് അറിയാവുന്നൊരു കാര്യം, ആഗോള അയ്യപ്പ സംഗമത്തിന് മുൻപ് അല്ലെങ്കിൽ ഈ 2018 ഇവിടെ കേരളത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യുവതീ പ്രവേശന വിഷയം ഉയർന്നു വന്ന സമയത്ത് സമരത്തിനിറങ്ങി NSS ആയിരുന്നു. അപ്പോൾ NSSനെ പിന്തുണച്ചുകൊണ്ട് ഇവർ വരികയായിരുന്നു, BJP വരികയായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തലത്തിലേക്ക് ആയിരിക്കണം NSSന്റെ പ്രവർത്തന രീതി, ഹൈന്ദവികം ആയിരിക്കണം, സനാതന ധർമാധിഷ്ഠിതമായിരിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, പിന്നെ പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സുകുമാരൻ നായർ ഉണ്ടല്ലോ, സുകുമാരൻ നായർ താഴേക്കിടയിൽ നിന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നതാണ്. മീൻസ് ഇപ്പം താഴേക്കിടയിൽ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ താഴേക്കിടയിൽ നിന്ന് അവിടുത്തെ ഒരു ഓഫീസ് സ്റ്റാഫ് എന്നുള്ള ജോലി ചെയ്തിട്ട് അദ്ദേഹം പിന്നീട് ക്രമേണ ഒരു പ്രൊമോഷൻ കിട്ടി എന്നതുപോലെ എൻ്റെ തലപ്പത്തേക്ക് വന്നതാണെന്നൊക്കെയാണ് അവരുടെ ഒരു വേർഷൻ. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കെ.ബി. ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഗണേഷ് കുമാറിന് ഈ സ്ഥാനമില്ല. അതായത് ഇപ്പം നിലവിൽ ഇതിൻ്റെ പിന്നെ കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്നൊരു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ സ്ഥാനം മാത്രമാണുള്ളത്. പകരം അദ്ദേഹത്തിന് വേറെ യാതൊരു പൊസിഷൻസും നിലവിലില്ല. അതായത് എവിടെയെങ്കിലും ഒരു MLA അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഭാരവാഹിയോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത ലക്ഷ്യം ഇതിലേക്ക് പോരുക എന്നുള്ളതാണ്. അതിനും ഒരു കാരണമുണ്ട്. മന്നത്ത് പത്മനാഭനും R ബാലകൃഷ്ണപിള്ളയും നല്ല ടേംസിലായിരുന്നു. അതായത് ഇദ്ദേഹത്തിൻ്റെ ഗണേഷ് കുമാറിൻ്റെ അച്ഛൻ, ഇവർ തമ്മിൽ നല്ല ടേംസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ നല്ല ടേംസിലിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അപ്പം R ബാലകൃഷ്ണപിള്ളയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങളൊരു അന്ന് R ബാലകൃഷ്ണപിള്ള പൊതുപ്രവർത്തന രംഗത്തൊക്കെ സജീവമാണ്, എന്നിട്ട് ക്രിസ്ത്യാനികളെയും നായന്മാരെയും കൂടെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടി രൂപീകരിക്കുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ചില അഭിപ്രായങ്ങൾ പറയുന്നതാണ്. ഈ R ബാലകൃഷ്ണപിള്ളയുടെ മന്നത്ത് തന്നെയാണ് പറഞ്ഞതെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്ന ഒരു സംഘടനയിലേക്ക് അദ്ദേഹം പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിനോട് ഇതിൻ്റെ പിന്നെ സ്ഥാനത്തേക്ക്, അതായത് ജനറൽ സെക്രട്ടറി സ്ഥാനം അവർ ഇത് പറഞ്ഞിരുന്നു. അപ്പം അന്ന് R ബാലകൃഷ്ണപിള്ള എടുത്ത ഒരു സ്റ്റാൻഡ്, ഞാൻ ഈ പറയുന്ന ഒരു സാമുദായിക സംഘടനയുടെ തലപ്പത്തേക്ക് വരുന്നില്ല, പകരം ഞാൻ പൊതുപ്രവർത്തനവുമായി സജീവമായി പൊയ്ക്കോളാം എന്നുള്ളതാണ് അന്ന് R ബാലകൃഷ്ണപിള്ള എടുത്തൊരു ജനാധിപത്യപരമായ തീരുമാനം. ഒരു ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു സർക്കാരുമായി അല്ലെങ്കിൽ ഒരു സംവിധാനവുമായി മുന്നോട്ട് പോകുമ്പോൾ R ബാലകൃഷ്ണപിള്ളയെ പോലെ ഒരാൾക്കൊരിക്കലും ഈ NSSന്റെ തലപ്പത്തേക്ക് വരാൻ കഴിയില്ല. അപ്പോൾ അന്ന് മന്നത്ത് പത്മനാഭൻ കൊടുത്ത ഒരു ഓഫറാണ് ഇവിടെ കിടക്കുന്നത്. മീൻസ് അന്ന് R ബാലകൃഷ്ണപിള്ളയ്ക്ക് കൊടുത്തൊരു ഓഫർ അവിടെയുണ്ട്. അപ്പം ഇത് വഴി മന്നത്തുമായിട്ട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഒരാളുടെ മകനാണ് കെ.ബി. ഗണേഷ് കുമാർ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കെ.ബി. ഗണേഷ് കുമാർ പത്തനംതിട്ട താലൂക്ക് യൂണിയനിലെ ബോർഡ് മെമ്പർ ആയിരുന്നു. അപ്പോൾ ബോർഡ് മെമ്പർ സ്ഥാനത്ത് നിന്ന് നീക്കി. അപ്പോൾ ഒരു പക്ഷേ ഈ ബോർഡ് മെമ്പർ സ്ഥാനത്ത് വരെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പോലും കെ.ബി. ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അന്ന് വരെ ഈ NSSന്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സുകുമാരൻ നായർ മോശക്കാരനായിരുന്നില്ല, വിശുദ്ധനായിരുന്നു. അയാൾ എന്ത് കാണിച്ചിരുന്നാലും അതെല്ലാം പണ്ട് പിന്നെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. ധർമ്മരാജ എന്ന് പറയുന്ന ഒരു പിന്നെ ഇതുണ്ടായിരുന്നു, അതായത് ഒരു എഴുത്തുണ്ടായിരുന്നു, ധർമ്മപുരാണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ O.V. വിജയൻ്റെ ഒരു നോവലുണ്ട്. ആ നോവലിൽ അതിൻ്റെ ആദ്യത്തെ വരി എഴുതിയതുപോലെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗണേഷ് കുമാർ അതുവരെ ഉണ്ടായിരുന്നത്.
അപ്പം അല്ലെങ്കിൽ ആദ്യ അധ്യായം തുടങ്ങുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു അതായിരുന്നു സുകുമാരൻ നായർ കെ വി ഗണേഷ് കുമാറിനെ സംബന്ധിച്ച്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്തനാപുരം താലൂക്ക് യൂണിയൻ പിരിച്ചുവിടുന്നു, 2 ബോർഡ് മെമ്പർ സ്ഥാനം കളഞ്ഞു. ഇത് രണ്ടും കൂടെ ആയി കഴിയുമ്പോഴേക്ക് ശരിക്കും പറഞ്ഞാൽ ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് ഇപ്പം NSSലും സ്ഥാനമില്ല, പാർട്ടിക്കുള്ളിൽ വിലയില്ല. കാരണം MLA ആയിരിക്കുന്ന സമയത്ത് മന്ത്രിയായിരുന്ന ആളാണ്. ഇപ്പം നിലവിൽ പത്തനാപുരം എന്ന് പറയുന്ന സ്വന്തം തട്ടകത്തിൽ പോലും ഒരു MLA ആയിരിക്കാൻ പോലും ഗണേഷ് കുമാറിനെ കൊണ്ട് കഴിവില്ല. സോ പൊതുജനം കരുതുന്നത് അല്ലെങ്കിൽ അവരുടെ പാർട്ടിക്കുള്ളിൽ പോലും വിലയില്ലാതെ നിൽക്കുന്ന സാഹചര്യം സ്വന്തം നാട്ടിൽ വീട്ടിലുണ്ടോന്ന് പോലും അറിയത്തില്ല. അപ്പം ഈ സാഹചര്യത്തിന് ഗണേഷ് കുമാർ ലക്ഷ്യം വെക്കുന്നതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും NSSന്റെ എങ്കിലും തലപ്പത്ത് കയറി ഇരിക്കുക എന്നുള്ളതാണ്. അപ്പം ആ NSSന്റെ തലപ്പത്ത് കയറി ഇരിക്കാത്തിടത്തോളം കാലം അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊസിഷൻ തനിക്ക് കിട്ടിയില്ലെങ്കിൽ തൻ്റെ ജീവിതം കൊണ്ട് അർത്ഥമില്ല. ഇപ്പോൾ തന്നെ 10-50 വയസ്സിന് മുകളിൽ പ്രായമായി കഴിഞ്ഞു, 50 അല്ല അതിന് മുകളിൽ അദ്ദേഹത്തിന് പ്രായമായി. അപ്പോൾ അത്രയും പ്രായമായ സാഹചര്യത്തിൽ ഇനി അതേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം പിന്നെ ഗണേഷ് കുമാർ പറയുന്നത് എന്താ, പിന്നെ ഇതിൻ്റെ മേളിൽ കയറിയിരിക്കുന്നവൻ എന്താ കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ആ ശുനകനാണ് എന്ന് കൃത്യമായി, ആ ശുനകൻ, ശുംഭൻ എന്ന് പറഞ്ഞില്ല, ശുനകൻ എന്നാണ് ഗണേഷ് കുമാർ വിവരിച്ച വാക്ക്. അപ്പം അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് സുകുമാരൻ നായർ എന്ന് പറയുന്ന NSSന്റെ ജനറൽ സെക്രട്ടറിയെ താറടിച്ച് കാണിച്ചിരിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ തന്നെയുമല്ല, ഞാൻ ഇത് പറയുന്ന പോലെ ഇതിനകത്തൊരു പ്രതിനിധി വോട്ട് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആ വോട്ടിംഗ് സംവിധാനമാണ് ശരിക്കും ഇതിനകത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇനിയും ഈ പറയുന്ന ഇയാളെ തറ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ, പിന്നെ സുകുമാരൻ നായരെ തറ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി കടുപ്പമുള്ള പണിയാണ്, അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടല്ലേ കൊട്ടാരക്കര താലൂക്ക് യൂണിയൻ പ്രമേയം പാസ്സാക്കുകയല്ലേ ഇദ്ദേഹത്തെ NSSന്ന് തന്നെ പുറത്താക്കണം എന്നല്ലേ അവരുടെ ആവശ്യം. NSSന്ന് താലൂക്ക് യൂണിയനും പുറത്താക്കിയേ പോരാ, ബോർഡ് മെമ്പർ സ്ഥാനത്ത് പുറത്താക്കിയേ പോരാ, അദ്ദേഹത്തെ പുറത്താക്കേണ്ടത് അക്ഷരാർത്ഥത്തിൽ NSSന്ന് തന്നെ പുറത്താക്കണം. കാര്യം അദ്ദേഹം സനാതനധർമ്മം അനുസരിച്ച് ജീവിക്കുന്ന ഒരാളല്ല, മറ്റൊരു മതത്തിന്റെ വിശ്വാസം അനുസരിച്ച് പോകുന്നു എന്ന രീതിയിൽ പോലും ഗണേഷ് കുമാറിനെ കുറിച്ച് പറയുകയും ഇനി വളരെ എളുപ്പമാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ജനറൽ സെക്രട്ടറിയുടെ കയ്യിൽ ഇരിക്കുകയാണ് സ്ഥാനം മുഴുവൻ. ഈ ജനറൽ സെക്രട്ടറി വിചാരിച്ച് ഇയാളെ പിടിച്ച് പുറത്താക്കാൻ പറ്റും. തന്നെയുമല്ല, ഇയാളുടെ പിന്നിൽ ഒരു സംഘടനാ സംവിധാനം ഇല്ല. ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞൊരു സംഘടനയുണ്ടല്ലോ, അപ്പം അങ്ങനെ ഒരു സംഘടന ഉണ്ടായിരുന്നു. അത് എനിക്കൊന്ന് 2015 മറ്റോ ആരംഭിച്ച ഒരു സംഘടനയാണ്. അങ്ങനെ ഒരു സംഘടന അവിടെ കിടപ്പുണ്ട്. ഇവിടെ പിന്നെ ഇയാളെ സംബന്ധിച്ച്, ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് ഒരു സംഘടനാ ബലമില്ല. പുള്ളിയുടെ കയ്യിൽ ആകെ ഉള്ളത് കേരള കോൺഗ്രസ് B ആ. അതിനാണെങ്കിൽ ഇന്ന് കേരള പിന്നെ നിയമസഭയിൽ പോലും യാതൊരു അംഗീകാരവും വിലയില്ല. അപ്പം അങ്ങനെ വരുന്ന ഒരു നിലവിലത്തെ സാഹചര്യം പരിഗണിക്കുമ്പോൾ ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ അദ്ദേഹത്തിന് ഓപ്പറേറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഇനി NSSന്റെ തലപ്പത്തേക്ക് വരിക എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് എത്താൻ വലിയ പാടാണ്. പൈസ ഇറക്കിയിട്ട് കാര്യമില്ല. 300 കോടി പിന്നെ പത്തനാപുരം താലൂക്ക് യൂണിയൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അധികാരം NSSുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പം എല്ലാ റൈറ്റും വെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇയാളുടെ മേളിലാണ്, അതായത് നമ്മുടെ സുകുമാരൻ നായരുടെ മേളിലാണ്. അപ്പോൾ സുകുമാരൻ നായരാണ് ഇനി തീരുമാനിക്കേണ്ടത്. ഇനി NSSൽ ഗണേഷ് കുമാർ തുടരണോ വേണ്ടയോ എന്നൊക്കെയുള്ള കാര്യം അവർ തീരുമാനിക്കും. അവർ കൂട്ടായി ഇപ്പോൾ പ്രമേയം പാസ്സാക്കി, ഇനി ഇത് പിന്നെ ജനറൽ സെക്രട്ടറിയുടെ കയ്യിൽ ചെല്ലും, ജനറൽ സെക്രട്ടറി തീരുമാനിക്കും. ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം സെക്രട്ടറിയുടെ കയ്യിൽ ഇപ്പോൾ അധികാരമുണ്ട്. അതോടൊപ്പം തന്നെ അവർ പറയുന്ന മന്ത്രിമാരുണ്ട്. അവർ പറഞ്ഞ ഇപ്പം ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞാൽ മരുമോനേക്കാൾ സ്നേഹമാണ് പിന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് ജനറൽ സെക്രട്ടറിക്ക്. അപ്പോൾ അധികാരമുണ്ട്. തന്നെയല്ല പാണക്കാട് വന്ന് ആൾക്കാർ വന്ന് കാണുന്നുണ്ട്. ഇതൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും പിന്നെ കെ വി ഗണേഷ് കുമാറിനോടുള്ള താല്പര്യം കുറയും. എന്തുകൊണ്ടാണ് കെ ബി ഗണേഷ് കുമാറിനെ അതുവരെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നത്? കെ ബി ഗണേഷ് കുമാറിൻ്റെ കയ്യിൽ അധികാരം ഉണ്ടായിരുന്നു. കെ വി ഗണേഷ് കുമാർ ഏറെക്കാലം MLA ആയിരുന്നു. അതിനുശേഷം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടാണ് ഗണേഷ് കുമാറിനെ എടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് നടന്നത്. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ തോളത്ത് വെച്ചുകൊണ്ട് നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഗണേഷ് കുമാറിന് എല്ലാ അധികാരവും ബോർഡ് മെമ്പർ സ്ഥാനം വരെ കിട്ടിയത്. അവസാനം എന്ത് സംഭവിച്ചു? ആ മന്ത്രിസ്ഥാനം പോയി, MLA സ്ഥാനം പോയി, പാർട്ടി ഇപ്പം നിലവിലുണ്ട് എന്ന് പറയാം, അല്ലാതെ വേറെ യാതൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായി NSSന് ഇനിയും ഗണേഷ് കുമാറിനെ ആവശ്യമില്ല. ഇനി ആവശ്യം വരുന്ന എപ്പോഴായിരിക്കും? അടുത്ത തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാർ ജയിച്ച് LDFന്റെ കൂടെ നിന്ന് ജയിച്ച് സർക്കാർ അധികാരത്തിൽ കയറി അതിലൊരു മന്ത്രിസ്ഥാനം കിട്ടിയാൽ വീണ്ടും ഗണേഷ് കുമാറിനെ പരിഗണിക്കും. അല്ലാതെ ഗണേഷ് കുമാറിന് ഇനി NSS എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമായിട്ട് യാതൊരു ബന്ധവും ഇനി ഉണ്ടാകാൻ സാധ്യതയില്ല. ആ രീതിയിൽ NSS നൈസായിട്ട് പിന്നെ ജനറൽ സെക്രട്ടറി നൈസായിട്ട് ഇദ്ദേഹത്തെ തൂക്കിയെടുത്ത് വെളിയിൽ കളയാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഇപ്പോൾ.